feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side.
ഈ വിവാഹത്തിലെ പ്രിയപ്പെട്ട മകൻ്റെ വിവാഹ നാളെ നടക്കുമ്പോൾ അതിനുമാർക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളുടെയും സന്തോഷാദികളുടെയും എല്ലാം പ്രാർത്ഥന ഈ മകളോടുകൂടെ ആയിരിക്കുവാനായിട്ട് അന്നത്തെയും നാളത്തെയും പ്രധാനപ്പെട്ട എല്ലാ ഒരുക്കങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ ആദ്യസ്ഥം യാചിക്കുകയും നമ്മുടെ എല്ലാ ഒരുക്കങ്ങളുടെയും ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഒരുക്കത്തിന്റെ ഏതെങ്കിലും കുറവുകള് ബലഹീനതകളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരന്റെ അടുക്കൽ യാചിച്ചുകൊണ്ട് ആ കുറവുകളെ നികത്തുവാനായിട്ട് നമുക്ക് ഈ വർഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവശക്തനും കാരണവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്കും പ്രത്യേകമായി കുടുംബത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ച കാര്യത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അങ്ങയുടെ പ്രഭാവം ഈ ഭവനത്തിന്മേലും ഈ മകന്റെ മേലും ചൊരിയണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ എപ്പോഴും വ്യർത്ഥമാണ്. തനിക്ക് പ്രിയപ്പെട്ടവരാകുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ അനുഗ്രഹവും. കർത്താവിന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ, അവന്റെ അധ്വാന ഫലം അവൻ അനുഭവിക്കും. അവന്റെ ഭാര്യ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയായിരിക്കും, അവന്റെ മക്കൾ സൈത്തുമുളകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും, മക്കളുടെ മക്കളെ കാണാൻ കർത്താവ് അവനെ അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാൻ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവും സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന സത്യദൈവമാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാ അധ്യായം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകും ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും.
ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹോത്സവവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ ശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ എണ്ണയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവരെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സമാധാനം ഞങ്ങളോടുകൂടെ. അങ്ങയുടെ മകന്റെ ആത്മാവോടുകൂടെ. പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണം നൽകുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഈ പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം വിധിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരികൾ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളവുന്നു. അത് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞിൽ വരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെ ഓർത്ത് കർത്താവേ, ഈ ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസന്റെ മേൽ കരുണയായിരിക്കണമേ. നാളത്തെ ദിവസം അനുഗ്രഹീതമാകുവാന് വിവാഹ ഉദാശയുടെ പ്രസാദവരം കുറവില്ലാതെ സ്വീകരിക്കുവാന് കർത്താവേ, ദാസന്റെ മേൽ കരുണയുണ്ടാകണമേ. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പരമുള്ള സ്നേഹത്തിലും ഇന്ന് നിലനിൽക്കുവാൻ കർത്താവേ, ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ തന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനും സഹനങ്ങളിൽ ആശ്വാസമാകുവാനും കർത്താവേ, ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ. നന്മയിൽ മുന്നേറിക്കൊണ്ട് ഫലസമൃദ്ധമായ കുടുംബജീവിതവും ആഴമുള്ള വിശ്വാസ ജീവിതവും നയിക്കുവാൻ കർത്താവേ, ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ. താൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കൂദാശയുടെ പ്രസാദഫലത്താൽ കുടുംബത്തെ നഷ്ടത്തിലെ തിരുകുടുംബം പോലെയാക്കി തീർക്കുവാൻ കർത്താവേ, ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ.
കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യക മറിയത്തെ അങ്ങ് ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. പരിശുദ്ധ മറിയമേ, കാനായിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ മാധ്യസ്ഥം അവരുടെ പ്രതിസന്ധിയിൽ വലിയ സഹായമായിരുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകന്റെ ജീവിതത്തിലും കുടുംബത്തിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. തിരുകുടുംബത്തിന്റെ സംരക്ഷകനായ മാർ യോസേഫ് പിതാവേ, ഈ കുടുംബത്തെ വിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും കാവൽമാലാകമാരുടെയും സംരക്ഷണത്തിൽ എന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. സകലത്തിന്റെയും നാഥാന്വേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ എഫ്രാസ്യമ്മയുടെയും വിശുദ്ധ ജാവറിയാസിന്റെയും പ്രാർത്ഥനാ സഹായം ഇതിന് ലഭിക്കുമാറാകട്ടെ. എന്റെ പേരുടെ കാരണബോധനായ യേശുവിന്റെ മാധ്യസ്ഥം ഇവനെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥാന്വേക്കും. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഈ മകന്മേൽ കരുണയാകണമേ. അങ്ങയുടെ ദൈവഹിതത്തിനനുസരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അറിയുന്ന ഇവനെ നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയിൽ നിന്നും കൃപ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറുവാനും ഇവനിടയാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വസിക്കായി എപ്പോഴും Welcome to one and all. A warm welcome to this happiness moment. First of all, Attakulam family invite everyone to this occasion. ആദ്യമായി തന്നെ എല്ലാവരും ഈ സായം സംഗീതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ റൈബിന്റെയും വേറെ ആരാ, ടീനയുടെ വിവാഹമാണല്ലോ അല്ലേ. എല്ലാവരും ഫ്രണ്ടിലേക്ക് കടന്നു, എല്ലാവരും ഇരുന്നോ, എല്ലാവരും വാ, എല്ലാവരും എനർജി ആയിക്കോ. I would like to invite Raivin with his parents, Rajanangal and Moulianti, and siblings, Rafi and Rizvi. ചേട്ടാ കയറി വാ, നമ്മുടെ മണവാളനല്ലേ, നാളെ കല്യാണം കഴിക്കാൻ പോവാ. നമുക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് വിവാഹാശംസകൾ ചേട്ടയ്ക്ക് നേരാം. ഒരു അടിപൊളി ലൈഫിനെ ആശംസിച്ചേക്കാല്ലേ. നാളെയാണ് നമ്മുടെ റൈവിന്റെ ആരാ, വേറെ എന്താ പേര് പറഞ്ഞോ, നമ്മുടെ കുഞ്ഞാവേനെ കല്യാണം അല്ലേ. എത്ര കൊല്ലത്തെ കാത്തിരിപ്പാ?
വെറുതെ വിടാൻ പറ്റുമോ? വെറുതെ വിടാൻ പറ്റുമോ? നമുക്ക് ചോദിക്കണ്ടേ? ഫസ്റ്റ് നമുക്ക് ചേട്ടനെ കൊണ്ട് കുരിശ് വരപ്പിച്ചു തുടങ്ങാം അല്ലേ? കുരിശ് വരയ്ക്കാൻ അറിയോ നോക്കണ്ടേ? എന്തായാലും എത്ര കൊല്ലം കപ്പിയാരായിരുന്നു? 2-3 കൊല്ലം. വെറുതെ നിൽക്കണ്ട, കുരിശ് വരച്ച് തുടങ്ങിക്കോ. നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ കുരിശ് വരയ്ക്കുന്ന അച്ഛൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവൾക്ക് കുരിശ് വരയ്ക്കാൻ അറിയാവുമെന്ന് അറിയണം. ഒരു ചേട്ടൻ എന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുമായിരുന്നെങ്കിൽ എല്ലാവരുടെ സമ്മതത്തോടു കൂടി. എല്ലാവരും സമ്മതമാണെങ്കിൽ ഒന്ന് കൈയടിക്കുമോ? ആ കുരിശ് വരയ്ക്കോ? ആങ്കർ ഞാനാണേ, റോള് കൊടുക്കല്ലേ ഏട്ടേക്ക്. കണ്ടോ വേഗം കുരിശ് വരച്ചോ. കപ്പേർക്ക് അറിയാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വരയ്ക്കാം. വരച്ചോ കൊണ്ടോ എല്ലാരും കൈയടിക്ക്. ചേട്ടൻ കുരിശടിക്കണ എല്ലാരും കൈയടിച്ചോ. ഇതാണ് സ്ട്രോങ് കൈയടി. കുരിശ് വരച്ചോ. വിശുദ്ധ കുരിശിന്റെ കള്ള കുരിശ് വരെ അല്ലേ? കപ്പേരായിട്ട് ഒന്നും അറിയില്ലാന്ന്. നമുക്ക് വേറെ നീ ചൊല്ലിക്കണോ? എല്ലാരും പറഞ്ഞ വേറെ നീ ചൊല്ലിക്കാം. പേടിയാവുന്നുണ്ടോ? എന്നാ വെറുതെ ഇട്ടാലേ. വേറെ എന്തൊക്കെ അറിയണം? എല്ലാരും പറഞ്ഞോ. നമ്മളെല്ലാരും അടുത്തിരിയെ റോസ്റ്റ് ചെയ്യുന്ന ആളാ. എന്നെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിൽക്കുന്ന പോലെ ഒന്നുമല്ല. ഇപ്പൊ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവർക്കും അറിയാം. ചേട്ടൻ നന്നായിട്ട് സംസാരിക്കും. നമ്മളെയൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യും? നന്നായിട്ട് റോസ്റ്റ് ചെയ്യും. എന്തൊക്കെ അറിയണം? അറിയണ്ടൊക്കെ ഇപ്പൊ ചോദിക്കാട്ടോ. അറിയണ്ട? ചേട്ടൻ പറഞ്ഞ ആർക്കും ഒന്നും അറിയണ്ടാന്ന്. വെറുതെ വിടണോ? വേണ്ടല്ലോ. ചൊല്ലുന്നുണ്ടോ? വെറുതെ വിട്ടേക്കാലേ. എന്തൊക്കെ അറിയണം? എത്ര കാലത്തെ കാത്തിരിപ്പാ കല്യാണം? ഞാൻ എല്ലാം അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി തന്നെ പറയും എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്ന്. എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, സൈഡിൽ നിന്ന് പറഞ്ഞാണ് 4 കൊല്ലം. 4 കൊല്ലമായി. എന്താണ് പറഞ്ഞോ? ലവ് സ്റ്റോറി പറയാനുണ്ടോ? ഇല്ല. ചേട്ടല്ലേ പാവം കുറച്ച് പേടിച്ചിപ്പുണ്ട്. എൻ്റെ അടുത്ത് സാധാരണ ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഭയങ്കര ആളാണ്. എന്നെ കുറെ ഫോണിലൊക്കെ വിളിച്ച് എന്താ ഇപ്പൊ എന്നെ അമ്മച്ചീന്ന് വിളിച്ചില്ലേ? ചേട്ടാനെ ഞാൻ വിളിക്കുന്ന അപ്പച്ചാന്ന് കേട്ടോ. എല്ലാവർക്കും ഓരോ പേരൊക്കെ ഉണ്ടാവും എനിക്കറിയാം. നമുക്ക് മധുരം വെക്കാല്ലേ? എല്ലാം റെഡിയാണോ? ഒന്ന് പറഞ്ഞേ. എല്ലാരും റെഡിയാണോ? കൈയടിച്ചേ. നമുക്ക് ആദ്യമായിട്ട് രാജനങ്ങളെ മൊളിനെ സ്വാഗതം ചെയ്യുന്നു. ചേട്ടയ്ക്ക് നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു. നാളെ കല്യാണം കഴിക്കാൻ പോവാണ്. ടെൻഷനൊക്കെ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. എക്സ്പീരിയൻസ് ഉള്ള പോലെ ഏട്ടാ നിൽക്കുന്നേ. നമുക്ക് മധുരം വെക്കാല്ലേ? അതിന് അമൽ ചേട്ടനെ രശ്മി ചേച്ചിയെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഏറെ നാളുകൾ കാത്തിരുന്ന റീബിൻ്റെ ടീനയുടെയും വിവാഹ ജീവിതത്തിന് മുമ്പായിട്ടുള്ള മധുരമുപ്പിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അതുപോലെ എല്ലാവരുടെയും സംഭവം ഞങ്ങൾ ചോദിക്കുകയാണ്. മധുരം വെക്കട്ടെ? മധുരം വെക്കട്ടെ? മധുരം വെക്കട്ടെ? അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സിസ്റ്റേഴ്സും അതോടൊപ്പം സിസ്റ്റേഴ്സിനെ മധുരം വെക്കൽ ചടങ്ങിലേക്ക് പ്രവേശിച്ചു. മധുരം വെക്കാൻ പോവുകയാണ്. അമലൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ്. ഒരു നിമിഷം മധുരം വെക്കാൻ പോകുന്ന ഈ പലഹാരത്തെ ഒരു നിമിഷം ആശീർവദിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അനുദിനം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നൽകി പരിപാലകനായ കർത്താവെ, സന്തോഷകരമായ കുടുംബജീവിതം വഴി ഞങ്ങളുടെ ഈ ദാസൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. ഇവൻ്റെ ജീവിതം അങ്ങ് സന്തോഷമാക്കുന്നതിൻ്റെ അടയാളമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ മധുരപലഹാരത്തെ ആശീർവദിക്കണമേ. ഇതിൻ്റെ മധുരം പോലെ ഈ മകൻ്റെ കുടുംബജീവിതം മധുരമാക്കുവാൻ അങ്ങ് തന്നെ ഇവരുടെ കൂടെ വസിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നല്ല സ്നേഹജീവിതം നയിക്കുവാൻ ഇവനെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.
हम चले जाए तो सोचना, खुद ही को खुद ही तुम कोसना, आएंगे ना फिर कभी, आएंगे ना फिर कभी तेरे उस आंगन में, आएंगे ना फिर कभी दिल को यूं बहलाने। वक्त और सितारों की बातें हैं, दिल में घुले कुछ नजारे हैं, जाते नहीं वो कभी, आएंगे ना फिर कभी तेरे उस आंगन में, आएंगे ना फिर कभी दिल को यूं बहलाने। बीती है जो कहानी बीती ही रहने दो, ख्वाब बुने थे वो जो उन्हें ख्वाबों में रहने दो। बीती है जो कहानी बीती ही रहने दो, ख्वाब बुने थे वो जो उन्हें ख्वाबों में रहने दो। हम चले जाए तो सोचना, खुद ही को खुद ही तुम कोसना, आएंगे ना फिर कभी, आएंगे ना फिर कभी तेरे उस आंगन में, आएंगे ना फिर कभी दिल को यूं बहलाने। हम चले जाए तो सोचना, खुद ही को खुद ही तुम कोसना, आएंगे ना फिर कभी, आएंगे ना फिर कभी तेरे उस आंगन में, आएंगे ना फिर कभी दिल को यूं बहलाने। वक्त और सितारों की बातें हैं, दिल में घुले कुछ नजारे हैं, जाते नहीं वो कभी, आएंगे ना फिर कभी तेरे उस आंगन में, आएंगे ना फिर कभी दिल को यूं बहलाने। बीती है जो कहानी बीती ही रहने दो, ख्वाब बुने थे वो जो उन्हें ख्वाबों में रहने दो। बीती है जो कहानी बीती